മദ്യക്കമ്പനിക്ക് സർക്കാർ അനുമതി നൽകരുത് എന്നാവശ്യപ്പെട്ട് എലപ്പുള്ളി പഞ്ചായത്തിൽ ബിജെപിയും കോൺഗ്രസും അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. പ്രമേയങ്ങളെ ഇരുവരും പരസ്പരം പിന്തുണച്ചു. എന്നാൽ അടിയന്തര പ്രമേയത്തെ സിപിഎം എതിർത്തു. ജനദ്രോഹ നടപടികൾ ഉണ്ടാകില്ലെന്ന് സിപിഎം പറയുന്നു. അടുത്ത ദിവസം ഭരണസമിതിക്കെതിരെ സിപിഎം അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നുണ്ട്. ഇത് മദ്യക്കമ്പനിക്ക് വേണ്ടിയാണെന്ന് കോൺഗ്രസും ബിജെപിയും ആരോപിക്കുന്നു. ടി നന്ദഗോപാൽ ചേരുന്നു. നന്ദഗോപാൽ, വിവരങ്ങൾ. ധന്യ, എലപ്പുള്ളി പഞ്ചായത്തിൽ ഇപ്പോഴും ഈ ബ്രൂവറിയെ ചൊല്ലി വലിയ വാക്തർക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ആദ്യം BJP ആണ് ഇത്തരത്തിലൊരു അടിയന്തര പ്രമേയവുമായി രംഗത്തെത്തിയത്. തൊട്ടു പിന്നാലെ കോൺഗ്രസും ഇത്തരത്തിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുകയായിരുന്നു. രണ്ടുപേരും സമാനമായി സർക്കാർ ഈ മദ്യ കമ്പനിക്ക് അനുമതി നൽകരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അടിയന്തര പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തത്. ഇരു കൂട്ടരുടെയും അടിയന്തര പ്രമേയങ്ങൾ പരസ്പരം ഇവർ പിന്തുണയ്ക്കുകയും ചെയ്തു. അതായത് CPM-ന്റെ 8 അംഗങ്ങൾ ഒഴികെ ബാക്കിയുള്ളവരെല്ലാവരും ഈ അടിയന്തര പ്രമേയങ്ങളെ പിന്തുണയ്ക്കുകയായിരുന്നു. അങ്ങനെ 14 പേരുടെ പിന്തുണയാണ് അടിയന്തര പ്രമേയത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ഈ ഒരു തീരുമാനം ഇവർ സർക്കാരിനെ അറിയിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം CPM പറയുന്നത് ഒരു തരത്തിലുമുള്ള ജനദ്രോഹ നടപടികളും ഈ മദ്യ കമ്പനി ഇവിടെ വരുന്നത് കൊണ്ട് ഉണ്ടാകില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ ജലചൂഷണമൊക്കെ നടക്കുകയാണെങ്കിൽ തങ്ങൾ തന്നെ ഇതിനെ എതിർക്കുമെന്നും CPM അംഗങ്ങൾ പറയുന്നുമുണ്ട്. ഏതായാലും അടുത്ത ദിവസം 14-ാം തീയതി CPM ഒരു അവിശ്വാസ പ്രമേയം ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ കോൺഗ്രസിനെതിരെയാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത്. പക്ഷേ BJP ഈ അവിശ്വാസ പ്രമേയത്തിൽ നിന്നും വിട്ടുനിൽക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതേസമയം കോൺഗ്രസിന്റെ 9 അംഗങ്ങളും തങ്ങൾക്കൊപ്പം തന്നെ നിൽക്കും. അവിശ്വാസ പ്രമേയം പരാജയപ്പെടുമെന്നുള്ളതാണ് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത്.